പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമുക്കിന്നൊരു കവിത പഠിച്ചാലോ? പൂക്കളെ കുറിച്ചുള്ളൊരു കവിത. നിങ്ങൾ പൂക്കൾ കണ്ടിട്ടില്ലേ? പൂക്കൾ ശ്രദ്ധിച്ചിട്ടില്ലേ? എത്ര ഭംഗിയാണ് പൂക്കൾ കാണാൻ. നിങ്ങളുടെ വീട്ടിൽ ഏതൊക്കെ പൂക്കളുണ്ട്? നിങ്ങൾ ചെടികൾ നട്ടുപിടിപ്പിക്കാറുണ്ടോ? അമ്മയൊക്കെ നട്ടിട്ടുള്ള ചെടികളിൽ ചെന്ന് നോക്കാറുണ്ടോ? പൂക്കൾ വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് പോയി നിൽക്കാറുണ്ടോ? മണത്ത് നോക്കാറുണ്ടോ? നോക്കൂ, പൂക്കളെക്കുറിച്ച് മനോഹരമായൊരു കവിത എഴുതിയത് പി മധുസൂദനൻ. കവിതയുടെ പേരെന്താ? മണ്ണിൻ്റെ കിനാവുകൾ. കിനാവ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വപ്നം. നിങ്ങൾ സ്വപ്നം കാണാറില്ലേ? എന്തൊക്കെ സ്വപ്നം കാണുക? രാത്രിയിൽ കാണുന്ന സ്വപ്നം മാത്രമല്ല കേട്ടോ, ഭാവിയിൽ ആരൊക്കെ ആവണം, ടീച്ചറാവണം, അല്ലേ, ഡോക്ടറാവണം, എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട് നിങ്ങൾക്ക്? സ്വപ്നങ്ങളില്ലേ? ഞാൻ വളർന്ന് വലുതാവുമ്പോൾ ഇന്ന ഇന്ന ആളുകളായി മാറണം, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന്. അതൊക്കെ നമ്മുടെ സ്വപ്നമാണ്. അതുപോലെ ഭൂമിയുടെ സ്വപ്നങ്ങളാണ് പൂക്കൾ. ഭൂമി സ്വപ്നം കാണുന്നതാണ് പൂക്കൾ. അത്ര മനോഹരമാണ് ഭൂമി കാണുന്ന സ്വപ്നം. എല്ലാ പൂക്കളും വിരിയണമെന്ന് ഭൂമി ആഗ്രഹിക്കുന്നു. ഈ പ്രകൃതിയിൽ, പ്രപഞ്ചത്തിൽ നിറയെ പൂക്കളുണ്ടാവണമെന്നും ഭൂമി ആഗ്രഹിക്കുന്നു. കാരണം പൂക്കൾ സുന്ദരമാണ്. പൂക്കൾ നിറയുമ്പോൾ ഭൂമി സുന്ദരിയായി മാറുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഭൂമിയുടെ സ്വപ്നങ്ങളാണ് മനോഹരമായ ഈ പൂക്കൾ. പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ, പൂനിലാവൂ നുകർന്ന പൂത്തുമ്പകൾ, സന്ധ്യ നെഞ്ചത്തെടുത്തുലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ. എത്ര പൂക്കളാ നോക്കൂ. മുക്കുറ്റി കണ്ടിട്ടുണ്ടോ? മുക്കുറ്റി പൂവ് പോയി നോക്കണം കേട്ടോ. മുറ്റത്തൊക്കെ ഉണ്ടാവും, പറമ്പിലൊക്കെ ഉണ്ടാവും. ചെറിയൊരു പൂവ്, ഒരു മഞ്ഞ പൂവ്. ഔഷധ ഗുണമുള്ളൊരു ചെടിയാണ് മുക്കുറ്റി. മുക്കുറ്റി കണ്ടുപിടിക്കണം. മുക്കുറ്റിയുടെ പൂവ് എങ്ങനെയാണെന്ന് അറിയണം. അറിയില്ലെങ്കിൽ അമ്മയോടോ അച്ഛനോടോ പറയണം, എനിക്ക് കാണിച്ചു തരണം മുക്കുറ്റി പൂവ്. പൊൻവെയിൽ, പൊൻ സ്വർണം, സ്വർണ്ണവെയിൽ, സ്വർണ്ണ നിറമാർന്ന വെയിലിൽ കുരുത്ത മുളച്ച മുക്കുറ്റികൾ. സൂര്യൻ്റെ വെയിലിന് സ്വർണ്ണ നിറമാവുന്നത് എപ്പോഴാണ്? അത് രാവിലെയാണല്ലേ. രാവിലെ വിരിഞ്ഞ മുക്കുറ്റിപ്പൂക്കൾ. പാടത്തും പറമ്പിലും തൊടിയിലും ഒക്കെ ധാരാളമുള്ള ഒരു പാവം പൂവാണ് മുക്കുറ്റി. ആരും അത് നട്ട് വളർത്തിയൊന്നുമില്ല. റോസ നടുന്നതുപോലെയോ മുല്ല നടുന്നതുപോലെയോ ഒന്നും നട്ട് വളർത്തില്ല. തനിയെ മുളച്ച് തനിയെ ഇല്ലാതായി പോകുന്ന ഒരു പാവം പൂവാണ് മുക്കുറ്റിപ്പൂവ്. പിന്നെ തുമ്പപ്പൂക്കൾ. എന്ത് വെളുത്ത പൂവാ തുമ്പ. തുമ്പപ്പൂ പോലെയുള്ള ചോറ് എന്ന് നമ്മൾ പറയാറുണ്ട്. തുമ്പ അത്ര ഭംഗിയെ കാണാൻ. കുഞ്ഞു പൂവാണല്ലേ. ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ മഹാബലിയെ സ്വീകരിക്കാൻ എല്ലാ പൂക്കളും ചെന്നു. അപ്പോൾ തുമ്പപ്പൂവ് പോയില്ല, കാരണം തുമ്പപ്പൂവിന് നിറമില്ലല്ലോ. പക്ഷെ മഹാബലി തമ്പുരാൻ തുമ്പയെ എടുത്ത് തലയിൽ വെച്ചു എന്നാണ് ഐതിഹ്യം. പൂനിലാവ്. നിലാവ് എന്താണ്? പ്രകാശം, ചന്ദ്രൻ്റെ പ്രകാശമാണ്. പൂനിലാവ്, പൂവ് പോലെയുള്ള നിലാവ്, അത്ര തെളിഞ്ഞ നിലാവ്, മനോഹരമായ നിലാവ്. ആ നിലാവ് നുകർന്നെന്ന് പറഞ്ഞാൽ കുടിച്ച, ആസ്വദിച്ച പൂത്തുമ്പകൾ എന്ന് പറഞ്ഞാൽ നിലാവ് പോലെ മനോഹരമായി നിലാവിൽ കുളിച്ച് നിലാവിൽ മതിച്ച് നിൽക്കുന്ന സുന്ദരികളായ തുമ്പപ്പൂക്കൾ. തുമ്പയെ നോക്കി കണ്ടുപിടിക്കണം കേട്ടോ. ഇപ്പം ഒന്നും ഇല്ല, അത് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോയി പൂവൊക്കെ ഉണ്ടെങ്കിൽ നോക്കി കണ്ടുപിടിക്കണം. കിട്ടിയില്ലെങ്കിൽ വലിയ പട്ടണത്തിലുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നെറ്റിലടിച്ച് നോക്കിയെങ്കിലും തുമ്പ എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. സന്ധ്യ നെഞ്ചത്തെടുത്തുലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തി പൂക്കളും ഉണ്ട് കേട്ടോ. അത് കണ്ടോ? നല്ല ഭംഗിയുള്ള ഉണ്ടപ്പൂക്കളാണ് ജമന്തി പൂക്കൾ. നല്ല ഭംഗിയാണ് കാണാൻ. അത് പല നിറത്തിലുണ്ട്. വെള്ളയുണ്ട്, ചുവപ്പുണ്ട്. ഇപ്പം എല്ലാ നിറത്തിലും കിട്ടും അത്. സന്ധ്യ. എന്താ സന്ധ്യ? സന്ധ്യയ്ക്ക് എന്താ പ്രത്യേകത? സന്ധ്യ, വൈകുന്നേരം. നേരത്തെ പറഞ്ഞതുപോലെയുള്ള പോക്കുവെയിൽ, സൂര്യൻ്റെ നല്ല വെളിച്ചം വന്ന സമയം. അത് നല്ല ഭംഗിയുള്ള വെളിച്ചം വന്ന സമയം. ഉച്ചയ്ക്ക് നമുക്ക് പറ്റുമോ? ഉച്ചയ്ക്ക് ഭയങ്കര ചൂടല്ലേ. പക്ഷെ വൈകുന്നേരം ആകുമ്പോഴേക്കും ആ ചൂട് നമുക്ക് ഇഷ്ടമാണ്. ആളുകൾ നടക്കാനൊക്കെ പോകുന്ന നേരം, ആ വൈകുന്നേരത്തിന് നല്ല സൗന്ദര്യമാണ് സന്ധ്യയ്ക്ക് അത്ര ഭംഗിയാണ് തുടുത്ത സന്ധ്യ. അതുകൊണ്ട് സന്ധ്യ ലാളിച്ചതാണ് ഈ ജമന്തി. ലാളിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അച്ഛനമ്മയൊക്കെ എടുത്ത് ലാളിക്കില്ലേ, കൊഞ്ചിക്കില്ലേ, ഉമ്മയൊക്കെ വെക്കില്ലേ? അതുപോലെ സന്ധ്യയാകുന്ന സുന്ദരി ഈ ജമന്തി പൂക്കളെയൊക്കെ എടുത്ത് ഉമ്മ വെച്ചു, ലാളിച്ചു, നെഞ്ചത്തെടുത്ത് വെച്ചു. അതുകൊണ്ട് ആ സന്ധ്യയുടെ സൗന്ദര്യം ആർക്കും പകർന്നു കിട്ടി? നമ്മുടെ ജമന്തിക്കും കിട്ടി. എന്ന് പറഞ്ഞാൽ സന്ധ്യയെപ്പോലെ മനോഹരിയാണ് ജമന്തിപ്പൂക്കൾ. നിലാവ് പോലെ സുന്ദരിയാണ് തുമ്പപ്പൂക്കൾ.
ഇനിയോ, മഞ്ഞ നക്ഷത്രമെന്ന പോൽവേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ, കാറ്റിലേക്ക് സുഗന്ധമെല്ലായ്പ്പോഴും ചെറ്റി നിൽക്കും പനിനീർ മലരുകൾ. ഈ പൂക്കളൊക്കെ നിങ്ങൾക്കറിയാവുന്ന പൂക്കളാണ്. കോളാമ്പി പൂക്കൾ കാണാത്ത ആരും ഉണ്ടാവില്ല. ഒരു പരിചരണവും ഒരു ശുശ്രൂഷയില്ലെങ്കിലും വളർന്നു പോകുന്ന പാവം പൂക്കളാണ് കോളാമ്പി പൂക്കൾ. കോളാമ്പി പോലെ അതിൻ്റെ ആകൃതി, ഷേപ്പ്, അതുകൊണ്ടാണ് അതിന് ആ നിറം, ആ പേര്. അത് വേലിക്ക് എല്ലാം ഉണ്ടാവും. വലിയ പൂക്കളുണ്ട്. ആളുകളത് പടർത്തി വിടും, ചിലർ കുറ്റിച്ചെടിയായിട്ട് നിർത്തും. നല്ല മഞ്ഞ നിറം, എപ്പോഴും കാണാൻ നല്ല ഭംഗിയാണ്, എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും. അതിനെ കണ്ടാൽ ഒരു മഞ്ഞ നക്ഷത്രം പോലെ തോന്നും. അതിൻ്റെ ഇതളുകൾ അങ്ങനെയാണ്, 5 ശാഖകളുള്ള, അല്ലെ 5 തുമ്പുകളുള്ള. അപ്പോൾ അത് കണ്ടാൽ ഒരു മഞ്ഞ നക്ഷത്രം വിരിഞ്ഞതുപോലെ അത്ര രസമാണ് കാണാൻ. അത് വേലിയിൽ മഞ്ഞ് നനഞ്ഞ് ഈ പൂക്കളുടെ തുമ്പത്തൊക്കെ വന്ന് മഞ്ഞ് തുള്ളി വീഴുമ്പോൾ നല്ല ഭംഗിയല്ലേ പൂ കാണാൻ. അങ്ങനെ മഞ്ഞണിഞ്ഞ് നിൽക്കുന്ന സുന്ദരിമാരായ മഞ്ഞ നക്ഷത്രക്കാരാണ് ആര്? കോളാമ്പിപ്പൂക്കൾ. ഇനി പനിനീർ മലരുകൾ. അതാരാ പനിനീർ മലര്? റോസാപ്പൂവാണ്. പൂക്കളുടെ റാണിയാണ് റോസാപ്പൂവ്. നിറയെ മുള്ളുകളുണ്ടല്ലേ, പക്ഷെ പൂവ് എത്ര മനോഹരമാണ്. കാണാൻ മാത്രമാണോ? എന്തൊരു ഗന്ധമാണ് അതിന്, എന്തൊരു സുഗന്ധമാണ്. ഒരു റാണിമാരാണ്. അവരെന്താ ചെയ്യണേ? കാറ്റിലേക്ക് സുഗന്ധം എല്ലായ്പ്പോഴും ചേറ്റുക എന്ന് പറഞ്ഞാൽ എന്താ? തെറിപ്പിക്കുക, തൂവുക. കാറ്റ് വീശുമ്പോഴൊക്കെ, റോസാപ്പൂവിൻ്റെ അടുത്തേടെ കാറ്റ് വീശുമ്പോഴൊക്കെ ആ കാറ്റിനും റോസാപ്പൂവിൻ്റെ ഗന്ധം കിട്ടും, മണം കിട്ടും. കാരണം പൂവ് അതിൻ്റെ പൂമ്പൊടികളും ഗന്ധവും ഒക്കെ കാറ്റിനും കൊടുക്കും. അങ്ങനെ ആ കാറ്റിനെയും മനോഹരമാക്കുന്ന റോസാപ്പൂക്കൾ. രാത്രി പെറ്റ കുരുക്കുത്തി മുല്ലകൾ, രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ, ഭൂമി ചാർത്തിയ കുങ്കുമപ്പൊട്ടുപോൽ തൂമയേറിടും വാടാമലരുകൾ. പിന്നെയും പൂക്കൾ. കുരുക്കുത്തിമുല്ല. നമ്മൾ സാധാരണ കാണുന്ന നമ്മുടെ നാട്ടിലെ മുല്ലയല്ല, അത് വേറൊരു തരം പൂവാണ് കേട്ടോ. രാത്രി പെറ്റതാണ് അതിനെ എന്ന് പറഞ്ഞാൽ എന്താ? രാത്രിയിൽ വിരിഞ്ഞ പൂക്കൾ. നിശാഗന്ധിയൊക്കെ രാത്രിയിലാണ് വിരിയണേന്ന് നമ്മൾ പറയും അല്ലേ. ഇതും രാത്രിയിലാവും വിരിയണേ. രാത്രിയാണ് അവരെ പ്രസവിച്ചത് എന്തായാലും. കുരുക്കുത്തിമുല്ലകൾ, പേര് തന്നെ എന്ത് രസം അല്ലേ, കുരുക്കുത്തിമുല്ല. പിന്നെ ചെന്താരുകൾ. ചെന്താരി എന്ന് പറഞ്ഞാൽ ചെമന്ന താര്, ചെമന്ന പൂക്കൾ, ചെമന്ന നിറമുള്ള ഇഷ്ടംപോലെ പൂക്കളുണ്ട്. ചെമ്പരത്തിയൊക്കെ ചുമപ്പല്ലേ. പക്ഷെ ഇവിടെ എടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. രാജമുദ്രയണിഞ്ഞ, രാജാവിൻ്റെ അടയാളമുള്ള, രാജചിഹ്നമുള്ള. അത് ഏതായിരിക്കും? അത് നമ്മുടെ നാട്ടിലേക്കുള്ള കൃഷ്ണകിരീടം എന്ന് പറയുന്ന ഒരു പൂവാണ്. വലിയ പൂവാണ് അത് കിരീടത്തിൻ്റെ ആകൃതി ഉള്ളതുകൊണ്ടാണ് അതിന് കൃഷ്ണകിരീടം എന്ന് പറയണത്. നമ്മുടെ നാട്ടിലൊക്കെ 6 മാസ ചെടി എന്നും പറയാറുണ്ട് അതിന്. പാടത്തും പറമ്പിലൊക്കെ പണ്ട് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കാണാനില്ല. നല്ല ഭംഗിയാണ് അത് കാണാൻ. തൊങ്ങലൊക്കെ ചാർത്തിയിട്ട് വലിയൊരു പൂവ്, നിറയെ കുഞ്ഞു പൂക്കളുണ്ടാവും. പക്ഷെ കണ്ടാൽ ഒരൊറ്റ വലിയ പൂ പോലെ തോന്നും. അതിന് കിരീടത്തിൻ്റെ ആകൃതിയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ, രാജാവിൻ്റെ കിരീടം പോലെ മനോഹരമായ ചെമന്ന പൂക്കൾ, വർണ്ണപ്പകിട്ടാർന്ന നാടൻ പൂക്കൾ. തൂമയേറിടും വാടാമലരുകൾ. തൂമ ഭംഗി, നല്ല ഭംഗിയുള്ള വാടാമല പൂ കണ്ടിട്ടില്ലേ? ഒരു വയലറ്റ് കളറ് അല്ലേ, വയലറ്റ് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു നല്ല ഭംഗിയുള്ള പൂവ്. അതിൻ്റെ വെള്ള പൂവ് ഇപ്പോൾ കാണാറുണ്ട് അല്ലേ. നല്ല ഭംഗിയുള്ള വാടാമലരുകൾ. പേര് തന്നെ കേട്ടൂടെ, വാടാമലർ എന്ന് പറയുന്നത് എന്താ? വാടാത്ത മലര് എന്നാണ്. മലര് പൂവ്, അത് വാടില്ല. പൂവ് ഇങ്ങനെ നിൽക്കും, കുറേ നാളാ പൂവ് അങ്ങനെ തന്നെ കൊഴിയയില്ല. അങ്ങനെ തന്നെ നിന്നിട്ട് അത് ഉണങ്ങി പൂവാണ് പതിവ്. ഉണങ്ങി വിത്തായി പുതിയ തൈകളുണ്ടാവും. പൂക്കൾ എത്രയോ പൂക്കളീ ഭൂമി തൻ മക്കളായി പിറക്കുന്നു നിത്യവും. നീലവാനം മിഴികളിലുള്ളവർ, നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ, ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ, ഏതിരുട്ടിലും മന്ദഹസിപ്പവർ. പൂക്കൾ മണ്ണിൻ്റെ ഓമൽക്കിനാവുകൾ, പൂക്കൾ ജീവൻ്റെ പ്രേമ പ്രതീക്ഷകൾ. പി മധുസൂദനൻ. ഇവിടെ എന്താ പറയണേ? പൂക്കൾ എത്രയോ പൂക്കൾ. ഇപ്പോൾ കവി പറഞ്ഞത് വളരെ കുറച്ച് പൂക്കൾ മാത്രമാണ്, നാടൻ പൂക്കളാണ് പറഞ്ഞത്. നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ പറമ്പിലൊക്കെ ഉള്ള ഓണക്കാലത്ത് പ്രത്യേകമായി വിരിയുന്ന പൂക്കളാണ്. എത്രയോ പൂക്കൾ. ഇതുപോലെ എത്രയധികം പൂക്കളുണ്ട്. നിങ്ങൾക്കറിയാവുന്ന പൂക്കൾ ഏതൊക്കെയാണ്? നിങ്ങളൊന്ന് കണക്ക് കൂട്ടി നോക്കി എത്ര പൂവിൻ്റെ പേരറിയാം? എത്ര പൂവ് കണ്ടാൽ അറിയാൻ പറ്റും?
ഭൂമി തൻ മക്കളാണ് അവരൊക്കെ. നിത്യവും ദിവസവും ഉണ്ടാവല്ലേ. ചില പൂക്കൾ രാവിലെ വിടർന്ന് വൈകുന്നേരം കൊഴിഞ്ഞു പോകും അല്ലേ. ചിലർ കുറച്ച് നാൾ കൂടി നിൽക്കും. ഭൂമിയുടെ മക്കളാണ്, ഭൂമിയുടെ സ്വപ്നങ്ങളാണ്. ആദ്യം പറഞ്ഞല്ലോ, ഭൂമിയുടെ സ്വപ്നങ്ങളാണ് ഈ സുന്ദരികൾ. ഭൂമിയുടെ മക്കളാണ് അവരിങ്ങനെ പിറക്കുന്നു. മനുഷ്യരും ഭൂമിയുടെ മക്കളാണ്. ഇനി അവരുടെ രൂപം നീലവാനം മിഴികളിലുള്ളവർ, നീലാകാശം കണ്ണിലുള്ളവർ, ശംഖുപുഷ്പമൊക്കെ പറയാം നമുക്ക് അല്ലേ. നീലാകാശത്തിൻ്റെ നിറമുള്ളവർ, നീല നിറമുള്ള പൂക്കൾ. നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ. നീർക്കണം വെള്ളത്തുള്ളികൾ, നീരെന്ന് പറഞ്ഞാൽ വെള്ളം, വെള്ളത്തുള്ളികൾ കൊണ്ട് മാല കോർക്കുന്നവർ എന്ന് പറഞ്ഞാൽ മഞ്ഞുതുള്ളി വീഴുമ്പോഴും ചെറിയ മഴ പെയ്യുമ്പോഴും ഈ ഇലകളിലൊക്കെ പൂക്കളിലൊക്കെ വെള്ളത്തുള്ളികൾ ഇങ്ങനെ നല്ല ഭംഗിയാണ്, ഇങ്ങനെ മുട്ടുകൾ പോലെ നിൽക്കും, മുത്തുകൾ പോലെ നിൽക്കും. ആ മുത്തുകൾ കൊണ്ട് മാല കോർക്കുന്നവരാണ് അവർ. അവരുടെ ഇലകളിൽ അവരുടെ പൂവിൻ്റെ ഇതളുകളിൽ നിറയെ വെള്ളത്തുള്ളികളുണ്ട്. അപ്പോൾ കവി പറയുന്നു അതൊക്കെ മാല കോർക്കുകയാണ്. പിന്നെ അവരോ എത്ര നല്ലവരാണെന്ന് നോക്കൂ. ഏത് ചൂടിലും വാടാതെ നിൽപ്പവർ. അവർ വാടില്ല. എത്ര കടുത്ത ചൂടിലും വാടാതെ നിൽക്കും. ഇവരൊക്കെ നാടൻ പൂക്കളാണ് അല്ലേ. അവരെ നമ്മൾ പ്രത്യേകിച്ച് പരിഗണിക്കുന്നവരല്ല, വെള്ളം ഒഴിച്ചു കൊടുത്ത് സംരക്ഷിക്കുന്നവരൊന്നും അല്ല. പാടത്തും പറമ്പിലും ഒക്കെ തന്നെ വിരിഞ്ഞ് തന്നെ കൊഴിഞ്ഞു പോകുന്ന പാവങ്ങളാണ്. അവരങ്ങനെ വാടിപ്പോകൊന്നുമില്ല. നമ്മുടെ ചട്ടിയിലൊക്കെ നട്ടുപിടിപ്പിക്കുന്ന പൂക്കൾക്ക് എന്ത് പറ്റും? വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ അവ വാടിപ്പോവും. ഇത് നല്ല ശക്തിയും ശേഷിയും ഉള്ളവരാണ് അവർ. ഏതിരുട്ടിലും മന്ദഹസിപ്പവർ. മന്ദഹസിക്കുക, പതുക്കെ ചിരിക്കുക, മന്ദമായി ഹസിക്കുക. ഏതെങ്കിലും പൂ കരയണ കണ്ടോ നിങ്ങൾ? പൂ വിരിയുക എന്ന് പറയുന്നത് പൂ ചിരിക്കുക എന്നാണ് അല്ലേ. പൂ വിരിയണത് തന്നെ ഒരു ചിരിയാണ്, പൂച്ചിരി. നന്നായി ചിരിക്കുന്നവർ പൂച്ചിരിയാണ്. അപ്പോൾ അവരൊരിക്കലും കരയില്ല. അവരുടെ മുഖത്ത് എപ്പോഴും ചിരിയാണ്. വിടർന്ന പൂക്കൾ എന്ന് പറഞ്ഞാൽ ചിരിച്ച മുഖമാണ് അവർക്ക് ഉള്ളത്. ഈ മണ്ണിൻ്റെ ഓമൽ കിനാവുകളാണ് അവർ. ഈ മണ്ണിൻ്റെ സ്വപ്നങ്ങളാണ് അവർ. ഈ മണ്ണിൻ്റെ പ്രതീക്ഷയാണത്. ഈ മണ്ണിൻ്റെ സൗന്ദര്യമാണവർ. ഈ മണ്ണിൻ്റെ മക്കളാണവർ. ഈ മണ്ണിനെ മനോഹരിയാക്കുന്നതാണ് പൂക്കൾ. പൂക്കളെക്കുറിച്ച് കവികൾ ധാരാളം എഴുതിയിട്ടുണ്ട്. പൂക്കൾ അത്ര മനോഹരമാണ്. ഏത് മനുഷ്യനെയും അവിടെ നിർത്തുന്ന സുന്ദരമായ വസ്തുക്കളാണ് പൂക്കൾ. ജീവൻ്റെ പ്രേമപ്രതീക്ഷകൾ, ജീവൻ്റെ പ്രതീക്ഷകളാണത്. നമ്മുടെയൊക്കെ ജീവൻ്റെ പ്രതീക്ഷകളാണ് പൂക്കൾ. ആ പൂക്കളെ കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിലും പ്രതീക്ഷകൾ ഉണ്ടാകുന്നു, സ്വപ്നങ്ങൾ ഉണ്ടാകുന്നു. നമ്മളും സന്തുഷ്ടരാകുന്നു അവരെ കാണുമ്പോൾ. ആ സന്തോഷം നമ്മിലേക്കും പകരുന്നു. പൂക്കളെ കാണുമ്പോഴുള്ള സന്തോഷം നമ്മിലേക്കും പകരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലെ പൂക്കൾ, ആ പൂക്കളുടെ സൗന്ദര്യം, ആ പൂക്കളുടെ പ്രത്യേകത, ആ പൂക്കളുടെ ജീവിതം, ഭൂമിക്ക് അവർ എത്രമാത്രം പ്രിയപ്പെട്ടവരാണ്. ഇത്രയും കാര്യങ്ങളാണ് കവി ഈ ചെറിയ കവിതയിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. കവിതയൊക്കെ ചൊല്ലി പഠിക്കണം, കാണാതെ പഠിക്കണം. ഈ പൂക്കളൊക്കെ കണ്ടെത്തി മനസ്സിലാക്കണം. ഇത് ഏതൊക്കെ പൂവാണെന്ന് അറിഞ്ഞു വെക്കണം. എന്നിട്ട് പറ്റാവുന്ന പൂക്കളൊക്കെ ഇതിൽ പെട്ടതൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ നട്ടുപിടിപ്പിക്കണം കേട്ടോ. കവിതയിൽ ഏതെല്ലാം പൂക്കളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? പടം വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് താഴെ അല്ലേ. ഏതൊക്കെ പൂക്കളാണെന്ന് നമ്മൾ കണ്ടു. തുമ്പ, മുക്കുറ്റി, ജമന്തി, കോളാമ്പി, പനിനീർമലർ, ചെന്താര്, വാടാമലർ. ഇവരൊക്കെയാണ് പേരെടുത്ത് പറഞ്ഞ ആൾക്കാർ. ഇത്രയും ആൾക്കാരാണ്. പിന്നെ പറഞ്ഞത് എന്താണ്? പിന്നെ നിങ്ങളുടെ ക്ലാസ്സിൽ ചെയ്യാവുന്ന കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലേ. ആദ്യം പറഞ്ഞത് ഏത് പൂവിനെ കുറിച്ചാണ്? എളുപ്പമുണ്ടല്ലോ, മുക്കുറ്റി പൂവിനെ കുറിച്ചാണ് പറഞ്ഞത്. ഓരോ പൂവിനും കവി ഓരോ വിശേഷണം കൊടുത്തിട്ടുണ്ട്. പൊൻവെയിലിൽ വിടർന്നതാണ് അവർ. പൂക്കൾ മണ്ണിൻ്റെ ഓമൽക്കിനാവുകൾ, പൂക്കൾ ജീവൻ്റെ പ്രേമപ്രതീക്ഷകൾ. പൂക്കളെക്കുറിച്ച് കവിതയിൽ പൊതുവായി എന്തൊക്കെ പറയുന്നുണ്ട്? പൂക്കൾ ഭൂമിയുടെ സ്വപ്നങ്ങളാണ്. ഇതിന് ഉത്തരങ്ങളൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ തരാട്ടോ. വേണമെങ്കിൽ നിങ്ങൾ പറയണം. നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ടീച്ചർ തരാം. ഭൂമിയുടെ മക്കളാണ് പൂക്കൾ. അതാണ് ആദ്യം പറഞ്ഞ കാര്യം, പൊതുവായ കാര്യം അതാണ്. പിന്നെ പറഞ്ഞത് എന്താണ്? അവർ പല തരത്തിലുള്ളവരുണ്ട്. അവരൊരിക്കലും വാടുന്നില്ല. അവരെപ്പോഴും ചിരിക്കുകയാണ്. അവർ നമ്മെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് പൊതുവായി കവി പറഞ്ഞത്. നീലവാനം മിഴികളിലുള്ളവർ, നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ, ഏത് ചൂടിലും വാടാതെ നിൽപ്പവർ, ഏതിരുട്ടിലും മന്ദഹസിപ്പവർ. പൂക്കളുടെ സവിശേഷതകൾക്കൊപ്പം മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് പറയാനുള്ളത്?
എന്തൊക്കെയാണ് ഇനി ഇതിനെപ്പറ്റി കൂടുതൽ പറയാനുള്ളത്? ഏത് ചൂടിലും വാടാത്തവർ, ശക്തരാണ് അവർ, കരുത്തുള്ളവരാണ്, ദുഃഖങ്ങളിലും ചിരിക്കുന്നവരാണ്, അതായത് മറ്റുള്ളവർക്ക് സന്തോഷം പകർന്ന് ജീവിക്കുന്നവരാണ്, സുന്ദരമായ കണ്ണുകൾ ഉള്ളവരാണ്.